بسم الله الرحمن الرحيم قل أفغير الله تأمروني أعبد أيها الجاهلون ولقد أوحي إليك وإلى الذين من قبلك لئن أشركت ليحبطن عملك ولتكونن من الخاسرين بل الله فاعبد وكن من الشاكرين وما قدروا الله حق قدره والأرض جميعا قبضته يوم القيامة والسماوات مطويات بيمينه سبحانه وتعالى عما يشركون بسم الله الرحمن الرحيم إن الحمد لله نحمده ونستعينه ونستهديه ونعوذ بالله من شرور أنفسنا وسيئات أعمالنا من يهده الله فلا مضل له ومن يضلله فلا هادي له وأشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون يا أيها الناس اتقوا ربكم الذي خلقكم من نفس واحدة وخلق منها زوجها وبث منهما رجالا كثيرا ونساء واتقوا الله الذي تساءلون به والأرحام إن الله كان عليكم رقيبا يا أيها الذين آمنوا اتقوا الله وقولوا قولا سديدا يصلح لكم أعمالكم ويغفر لكم ذنوبكم ومن يطع الله ورسوله فقد فاز فوزا عظيما ثم أما بعد فإن أصدق الكلام كلام الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار സഹോദരന്മാരെ, അല്ലാഹു സുബ്ഹാനഹു വ തആലയിൽ നിന്നുള്ള വിധിവിലക്കുകളെ സൂക്ഷിക്കണമെന്ന് എന്നോടെന്ന പോലെ എല്ലാവരെയും ഉണർത്തുകയും ഉപദേശിക്കുകയുമാണ്. ഇന്ന് നമ്മൾ ശഅബാൻ മാസവുമായി ബന്ധപ്പെട്ട ഏതാനും ഉത്ബോധനങ്ങളാണ് ഒരു ഖുതുബയായി ഇവിടെ ശ്രവിച്ചത്. ശഅബാൻ മാസം പുലർന്ന് നാളുകൾ കടന്നുപോയി. വിശുദ്ധ റമദാൻ മാസം നമ്മളോട് ഏറെ അടുത്തിരിക്കുകയാണ്. ഇസ്ലാമിൽ ശഅബാൻ മാസത്തിന് ചില പ്രത്യേകതകളുണ്ട്. എന്താണ് പ്രത്യേകതകൾ? എന്താണ് ശഅബാനിലെ കർമ്മങ്ങൾ? അത് എന്തിനു വേണ്ടി? ഇതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. ശഅബാൻ നമ്മൾ റമദാൻ മാസത്തിന് ഒരുങ്ങാനും കൂടുതൽ മാനസികമായി തയ്യാറാകാനുമാണ്. വിശുദ്ധ റമദാനിൽ കർമ്മങ്ങളേറെയാണ്. ഏറ്റവും ശ്രേഷ്ഠമായത് കർമ്മങ്ങളിൽ ഒന്ന് വിശുദ്ധ നോമ്പാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല നിർബന്ധ കർമ്മങ്ങൾ
അതിന് മുന്നോടിയായി ചില ഐച്ഛിക കർമ്മങ്ങളെ നിശ്ചയിച്ചത് നിറഞ്ഞ മനസ്സാന്നിധ്യത്തിൽ പൂർണ്ണ നിയത്തിൽ ആത്മാർത്ഥതയിൽ നിർബന്ധ കർമ്മത്തെ അനുഷ്ഠിക്കുന്നതിന് വേണ്ടിയാണ്. നമ്മൾ 5 വഖ്ത് നമസ്കാരം നിർവഹിക്കുമ്പോൾ ആ 5 വഖ്ത് നമസ്കാരങ്ങളുടെ മുമ്പിൽ ഐച്ഛികമായിട്ടുള്ള നമസ്കാരങ്ങളുണ്ട്. അതേപോലെ പള്ളിയിലെത്തി നമസ്കരിക്കുമ്പോൾ ഐച്ഛികമായ നമസ്കാരം നിർവഹിച്ച് നമ്മളുടെ കാത്തിരിപ്പുണ്ട്. ഓടി പാഞ്ഞ് തിരക്ക് കൂട്ടി നിർബന്ധ നമസ്കാരങ്ങളിലേക്ക് വരുന്നത് ഇസ്ലാമിൽ നിരുത്സാഹപ്പെടുത്തപ്പെട്ട വിഷയമാണ്. അതിൽ വിലക്കുണ്ട്. എന്തിന്? തിരക്ക് പിടിച്ച് ധൃതി കൂട്ടി മനസ്സ് പിടച്ച് ഹൃദയ സാന്നിധ്യമില്ലാതെയുള്ള ഒരു നിസ്കാരമല്ല നമ്മളോട് പറയപ്പെട്ടിട്ടുള്ളത്. മനസ്സാന്നിധ്യത്തിൽ അവധാനതയിൽ നമസ്കരിക്കുവാനാണ് പറഞ്ഞത്. ഐച്ഛികമായിട്ടുള്ള നമസ്കാരം നിർവഹിച്ച് ഒരു കാത്തിരിപ്പിനിപ്പുറം നമ്മളൊരു നിർബന്ധ നമസ്കാരത്തെ അനുഷ്ഠിക്കുമ്പോൾ അതിലുണ്ടാകുന്ന ആത്മാർത്ഥതയും അനുഭൂതിയും തിരക്ക് കൂട്ടി വന്ന് നിർവഹിക്കുന്നതിൽ നിന്ന് വ്യത്യസ്തമാണ്. ഇതേപോലെയാണ് നോമ്പിൻ്റെയും അവസ്ഥ. ഷഅബാൻ മാസം നോമ്പെടുത്ത് റമദാനിനെ സ്വീകരിക്കുന്ന ഒരു വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം അവൻ റമദാനിലെടുക്കുന്ന നോമ്പിന് പ്രത്യേകതയുണ്ട് എന്നുള്ളതാണ്. അത് പണ്ഡിതന്മാർ വിശദീകരിച്ചു. അതുകൊണ്ട് റമദാൻ മാസത്തെ ഷഅബാൻ മാസത്തെ വിധം കണക്ക് കൂട്ടാനും കണക്കിലെടുക്കാനുമാണ് വിശ്വാസികളെ ഉണർത്തിയിട്ടുള്ളത്. ആളുകൾ പല തരക്കാരും വിവിധ രീതിക്കാരുമാണ്. ചിലർ ഷഅബാനിലായാലും റമദാനിലായാലും അലസന്മാരും മടിയന്മാരും, ചിലർ ആത്മാർത്ഥതയിലും താല്പര്യത്തിലും അത്തരക്കാർ വിജയികൾ. അല്ലാഹു സുബ്ഹാനഹു വ തആല വിശുദ്ധ ഖുർആനിൽ പറഞ്ഞു, വൽ ബലദു തയ്യിബു യഖ്റുജു നബാതുഹു ബിഇദ്നി റബ്ബിഹി വല്ലദീ ഖബുസ് ലാ യഖ്റുജു ഇല്ലാ നകീദാ കദാലിക നുസർരിഫുൽ ആയാത്ത് ലിഖൗമി യഷ്കുറൂൻ. അല്ലാഹുവിൻ്റെ ഒരു ഉപമയാണ്. വൽ ബലദു തയ്യിബു യഖ്റുജു നബാതുഹു ബിഇദ്നി റബ്ബിഹി, നല്ല ഭൂമി അതിൻ്റെ വിള റബ്ബിൻ്റെ അനുമതിയാൽ കൽപ്പനയാൽ നന്നായി വിളയിപ്പിക്കും. വല്ലദീ ഖബുസ് ലാ യഖ്റുജു ഇല്ലാ നകീദ, നല്ലതല്ലാത്ത ഭൂമി അതിൻ്റെ വിളയെ അത് വളരെ ശുഷ്കമായി പ്രയാസത്തിൽ ഞെരുക്കത്തിൽ മാത്രമാണ് അതിൻ്റെ ശുഷ്കമായി കൊണ്ട് മാത്രമാണ് അതിൻ്റെ വിളയെ അത് പുറത്തു കൊണ്ടുവരിക. നല്ല ഭൂമിയും മോശമായ ഭൂമിയും അള്ളാഹു അത് ഒരു ഉപമയാക്കിയ. നല്ല ഭൂമിയിൽ നിന്ന് നല്ല വിള ഉണ്ടാകുന്നു. മോശമായ ഭൂമിയെ വളരെ ശുഷ്കമായി മാത്രമേ വല്ലതും അതിൽ നിന്നും മുളക്കൂ. അള്ളാഹു പറയുന്നത് കദാലിക നുസർരിഫുൽ ആയാത്ത് ലിഖൗമി യഷ്കുറൂൻ, നന്ദി കാണിക്കുന്ന ജനതയ്ക്ക് ഇപ്രകാരം നാം ദൃഷ്ടാന്തങ്ങളെ വിവിധ രീതിയിൽ വിശദീകരിക്കുന്നു. അവസരങ്ങൾ സാഹചര്യങ്ങൾ അള്ളാഹു തന്നു. ഈ അവസരങ്ങളെയും സാഹചര്യങ്ങളെയും മുതലെടുത്ത് നല്ലത് പോഷിപ്പിക്കുന്ന, നല്ലത് വിളയിപ്പിക്കുന്ന, നല്ലത് സമ്മാനിക്കുന്ന അവസ്ഥ വിശ്വാസികൾക്ക് ഉണ്ടാകണം. നല്ല ഭൂമിയുടെ ഉപമ അതാണ് വിശ്വാസിയുടെ ഉപമ. എന്നാൽ കെട്ട ഭൂമിയും മോശമായതുണ്ട്. അതിൽ നിന്ന് വളരെ ശുഷ്കമായിട്ടാണ് വല്ലതും പുറത്തു വരിക എന്ന് പറയുമ്പോൾ അത് അലസനെയും കപടനെയും, കർമ്മപരമായി കപടനെയും
മറ്റുമാണ് ചിത്രീകരിക്കുന്നത്. ആ ഒരു ഉപമ ഒരിക്കലും വിശ്വാസിയായി നമുക്ക് ചേർന്നതല്ല, പാടുള്ളതുമല്ല. അല്ലാഹു സുബ്ഹാനഹു വ തആല ശഅബാനിൽ നമുക്ക് ആയുസ്സിട്ടു, അതിലെ കർമ്മങ്ങളെ നമ്മൾ അറിയിക്കുകയും ചെയ്തു. എങ്കിൽ വിശ്വാസികൾ നല്ല നീയത്തിൽ സത്യസന്ധമായ ഒരു നിലപാടിൽ തങ്ങളുടെ ശഅബാനിലെ സാന്നിധ്യം അറിയിക്കുകയാണ് വേണ്ടത്. വല്ലദീന ജാഹദു ഫീന ലനഹ്ദിയന്നഹും സുബുലന. അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞിട്ട്, നമ്മുടെ മാർഗ്ഗേണ പണിയെടുത്തവർ അവർക്ക് നാം നമ്മുടെ മാർഗങ്ങളെ തരപ്പെടുത്തുകയും കാണിക്കുകയും ചെയ്യും എന്നുള്ളതാണ്. നമുക്കൊരു നല്ല നീയത്തും സത്യസന്ധമായ നിലപാടുമുണ്ട് എങ്കിൽ മേലായ റബ്ബ് സുബ്ഹാനഹു വ തആലയുടെ ഉദവിയും തൗഫീഖും എളുപ്പവും അത് നമ്മോട് ഒപ്പമുണ്ടാകും. അല്ലാഹു സുബ്ഹാനഹു വ തആല അവനോടുള്ള നമ്മുടെ നിലപാട്, ഷെയ്ഖുൽ ഇസ്ലാം ഇബ്നുൽ ഖയ്യിം പറഞ്ഞില്ലേ, ഒരു ദാസന് അല്ലാഹുവിങ്കൽ ഏറ്റവും ഉപകരിക്കുന്നത് അവൻ്റെ സിദ്ഖാണ്. അസ്സിദ്ഖു മഅ റബ്ബിഹി, തൻ്റെ റബ്ബിനോടുള്ള സത്യസന്ധമായ നിലപാടാണ്. ഉപരിപ്ലവമായ ചെയ്തികളോ ബാഹ്യമായ പേരോ ഇതൊന്നുമല്ല. റബ്ബിനോടുള്ള മനസ്സിൻ്റെ നിലപാട് അതെന്ത് എന്നുള്ളതാണ് നോട്ടം. അതാണ് മനുഷ്യന് ഉപകാരപ്പെടുക. അതുകൊണ്ടാണ് നമ്മളോട് പറഞ്ഞത് വകൂനു മഅ സ്വാദിഖീൻ, നിങ്ങൾ സ്വാദിഖീങ്ങളോടൊപ്പാകണം. സത്യസന്ധത അത് റബ്ബിന് നേരെ, സത്യസന്ധത അത് റബ്ബിന് നേരെ, അത് കൃത്യമാണ്, യഥാവിധമാണ് എങ്കിൽ ആ മനുഷ്യന് ഏറ്റവും ഉപകരിക്കുന്ന കർമ്മം അതാണ്. സഹൽ ഇബ്നു ഹുനൈഫ് റളിയല്ലാഹു അൻഹുവിൽ നിന്നുള്ള ഹദീസ് നമ്മൾ കേട്ടു. എന്താ ഹദീസിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞത്? മൻ തലബ ഷഹാദത ബിസിദ്ഖിൻ ബല്ലഗഹു അല്ലാഹ് മനാസില ശുഹദാ വലൗ മാത അലാ ഫിറാശിഹി. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയാണ്, ഒരാൾ അള്ളാഹുവിനോട് ഷഹാദത്ത് തേടിയാൽ, രക്തസാക്ഷിത്വം തേടിയാൽ, എങ്ങനെ? ബിസിദ്ഖിൻ, സത്യസന്ധമായി. എന്താ? സത്യസന്ധമായി ഒരാൾ അള്ളാഹുവിനോട് ഷഹാദത്ത് തേടിയാൽ ബല്ലഗഹുല്ലാഹ് മനാസില ശുഹദാ, ആ മനുഷ്യനെ രക്തസാക്ഷികളുടെ ഉന്നത സ്ഥാനങ്ങളിൽ അള്ളാഹു എത്തിക്കും. വലൗ മാത അലാ ഫിറാശി, അയാളുടെ വിരിപ്പിൽ കിടന്ന് മരിച്ചാലും ശരി. അടർക്കളത്തിൽ പോരാടി രക്തസാക്ഷിയാകേണ്ട കാര്യമല്ല, വിരിപ്പിൽ കിടന്ന് മരിച്ചാലും ശരി, അയാൾ ശുഹദാക്കളുടെ ദറജയിൽ, മൻസിലത്തിൽ അള്ളാഹു അയാളെ എത്തിക്കും എന്ന് നബിയുന മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയാണ്. നമ്മൾ കേട്ടു അബ്ദുർ റഊഫുൽ മുനാവി റഹ്മത്തുള്ളാഹി അലൈഹിയുടെ ഒരു അനുബന്ധം ഈ ഹദീസിന്. അള്ളാഹു സുബ്ഹാനഹു വ തആല പറയുന്ന, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞത് സിദ്ഖോട് കൂടി അള്ളാഹുവിനോട് ഷഹാദത്ത് തേടിയാൽ എന്നാണ്. അള്ളാഹിനോട് ഷഹാദത്ത് തേടിയാൽ എന്നല്ല പറഞ്ഞത്, പിന്നെയോ സിദ്ഖോട് കൂടി, സത്യസന്ധതയോടുകൂടി അള്ളാഹുവിനോട് ഷഹാദത്ത് തേടണം. അപ്പോഴാണ് ഇത് ലഭിക്കുക എന്നുള്ളതാണ്. അപ്പോൾ അള്ളാഹുവിനോടുള്ള നമ്മുടെ നിലപാടുകളിൽ, നമ്മളുടെ വർത്തനങ്ങളിൽ നമ്മൾ സത്യസന്ധരായിരിക്കണം. കൃത്യതയും അതേപോലെ തന്നെ കളങ്കമില്ലാത്ത, കപടമല്ലാത്ത നിലപാടുകാരായിരിക്കണം. അതുകൊണ്ടാണ് ഇൻ തസ്ദുഖില്ലാഹ് യുസദ്ദിഖുക്, നീ അള്ളാഹുവിനോട് സത്യസന്ധനാണ് എങ്കിൽ അള്ളാഹു നിന്നെ സത്യപ്പെടുത്തും എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞത്. ആരോട്? ഞാൻ ഇവിടെ മുമ്പ് ഉണർത്തിയ ആറാബിയുടെ കഥ ഖതീബ് കേൾപ്പിച്ചു. ഇമാം നസായി മറ്റും റിപ്പോർട്ട് ചെയ്യുന്ന സംഭവം. ആറാബി നബിയുടെ കൂടെ കൂടി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോടുള്ള ആ അനുധാവനത്തിൽ, യാത്രയിൽ അയാളുടെ ലക്ഷ്യം, അയാൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് പറയാണ്, റസൂലുള്ളാഹി അയാൾക്ക് സ്വത്ത് കൊടുക്കുകയാണ്, യുദ്ധാർജിത സ്വത്ത് കൊടുക്കുകയാണ്. അപ്പോൾ അയാളത് തിരസ്കരിക്കുകയാണ്. നബിയോട് പറയാണ്, എന്താ പറയുന്നത്? മാലിഹാദ ബായഅതുക, ഇതിനു വേണ്ടി ഞാൻ താങ്കൾക്ക് ബയ്യത്ത് ചെയ്തിട്ടില്ല. മാലിഹാദ തബഅതുക, ഇതിനു വേണ്ടി ഞാൻ നിങ്ങളെ പിൻപറ്റിയിട്ടുമില്ല. പിന്നെയോ ഇത്തബഅതുക, മുഹമ്മദ് ഞാൻ നിങ്ങളെ പിൻപറ്റിയത് അൻ ഉർമാ ഹാഹുന, ശത്രുപക്ഷത്തു നിന്നൊരമ്പ് എൻ്റെ നേരെ വന്ന് അത് എനിക്ക് ഇവിടെ തറക്കണം.
ഫഅമൂത്ത്, എന്നിട്ട് ഞാൻ മരിക്കണം, ഫഉദ്ഖൽ അൽ ജന്ന, എന്നിട്ട് ഞാൻ സ്വർഗത്തിൽ പ്രവേശിപ്പിക്കപ്പെടുകയും വേണം. അതിനു വേണ്ടിയിട്ടാണ് ഞാൻ നിങ്ങളുടെ പിന്നാലെ കൂടിയത് എന്നാണ് ആറാബി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് പറഞ്ഞത്. അടർക്കളത്തിൽ ഇറങ്ങിയ ആറാബി ഷഹീദായി. ശത്രുവിൻ്റെ അമ്പേറ്റ് സവിധത്തിലേക്ക് കൊണ്ടുവരപ്പെട്ടപ്പോൾ കഴുത്തിൽ അമ്പേറ്റാണ് അയാൾ ഷഹീദായിട്ടുള്ളത്. തിരുനബി ചോദിക്കുകയാണ്, അഹു നമ്മുടെ ആറാബിയാണോ ഇത്? അപ്പോൾ അതെ എന്ന് പറഞ്ഞു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ആറാബിയോട് പറഞ്ഞത്, സദഖല്ലാഹ് ഫസദ്ദഖഹു, അള്ളാഹുവിനോട് നിലപാട് സത്യസന്ധമായി, അതുകൊണ്ട് അള്ളാഹു അദ്ദേഹത്തെ സത്യപ്പെടുത്തി എന്നാണ്. തിരുനബിയുടെ ജുബ്ബ അയാളുടെ കഫനായി. തിരുനബി ഒരുക്കിയ ഖബറിൽ അയാൾക്ക് അന്ത്യവിശ്രമവുമായി. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ദുആയിൽ അയാൾ പരലോക യാത്രയിലുമായി. ഇവിടെ സിദ്ഖിൻ്റെ, സത്യസന്ധതയുടെ മഹത്വവും അതിൻ്റെ പ്രാധാന്യവും അതിൻ്റെ ഫലവുമാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. അത് ചെറിയ വിഷയമല്ല. നമ്മൾ ദുനിയാവിൽ അല്ലാഹു സുബ്ഹാനഹു വ തആലയോട് നമ്മുടെ കർമ്മങ്ങളിൽ സത്യസന്ധരാകണം. അല്ലാഹു നമ്മുടെ മനസ്സിൻ്റെ അവസ്ഥയിലേക്കാണ് നോക്കുന്നത്. ഒരു കർമ്മം അനുഷ്ഠിക്കുമ്പോൾ അതിൽ നമ്മളുടെ മനസ്സിൻ്റെ വിളിയും തേട്ടവും എന്ത് എന്നുള്ളത് വളരെ മുഖ്യമാണ്. ഇന്ന സിദ്ഖ് യഹ്ദി ഇലൽ ബിർ വ ഇന്നൽ ബിർ യഹ്ദി ഇലൽ ജന്ന. സത്യസന്ധത അതാണ് പുണ്യത്തിലേക്ക് മനുഷ്യനെ നയിക്കുക. പുണ്യമാണ് മനുഷ്യനെ സ്വർഗത്തിലേക്ക് നയിക്കുക. സത്യസന്ധമായ നിലപാടിൽ ഒരു മനുഷ്യൻ ജീവിക്കും, അയാൾ അല്ലാഹുവിങ്കൽ സിദ്ദീഖ് എന്ന് വിലയിരുത്തപ്പെടുകയും രേഖപ്പെടുത്തപ്പെടുകയും ചെയ്യും. അപ്പോൾ നിലപാടുകൾ അതെല്ലാം സിദ്ഖോട് കൂടിയായിരിക്കണം. നമ്മൾ സ്വാദിഖീങ്ങളിൽ ഉൾപ്പെടുകയും ചെയ്യണം. ഇവിടെ ശഅബാൻ മാസം അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മളോട് കർമ്മങ്ങൾ ചെയ്യാൻ പറഞ്ഞു. എന്തിന്? റമദാനിന് ഒരുങ്ങാൻ വേണ്ടിയിട്ട്. ആ കർമ്മങ്ങളിൽ നമ്മൾ സത്യസന്ധമായ ഒരു നിലപാടുകാരായിരിക്കണം. റബ്ബ് സുബ്ഹാനഹു വ തആലയുടെ നേരെ എന്ന ആഹ്വാനമാണ് നമ്മൾ ശ്രവിച്ചത്. നമ്മുടെ ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം തങ്ങളുടെ തിരുചര്യ പ്രിയ പത്നി ഉമ്മുൽ മുഅ്മിനീൻ ആയിഷ റളിയല്ലാഹു തആല അൻഹ പറയുകയാണ്, മാ റഅയ്തു റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം ഇസ്തഖ്മല സിയാമ ശഹ്രിൻ ഇല്ലാ ഫി റമദാൻ വമാ റഅയ്തുഹു അക്സറ മിൻഹു സൗമൻ ഇല്ലാ ഫി ശഅബാൻ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ മാസം മുഴുവനും നോമ്പെടുത്തത് ഞാൻ കണ്ടത് റമദാനിലാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഏറ്റവും കൂടുതൽ നോമ്പെടുത്തത് ഞാൻ കണ്ടത് ഷഅബാനിലാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഷഅബാനിൽ കൂടുതൽ നോമ്പ് അനുഷ്ഠിച്ചിരുന്നു എന്ന് ഉമ്മുൽ മുഅ്മിനീൻ ആയിഷ റളിയല്ലാഹു തആല അൻഹ പറയുകയാണ്. അവരുടെ മൊഴിയിൽ തന്നെ കാണാം, കാന യസൂമു ഷഅബാന കുല്ല കാന യസൂമു ഷഅബാന ഇല്ലാ ഖലീല എന്നൊക്കെ പ്രയോഗം. കൂടുതൽ റസൂലുള്ളാഹി നോമ്പ് അനുഷ്ഠിച്ചിരുന്നു എന്ന ഒരു ആശയമാണ് അത് ദ്യോതിപ്പിക്കുന്നത്. ഷഅബാൻ മാസം എന്തിന്? നമ്മൾ റമദാൻ മാസത്തിനുള്ള ഒരു തയ്യാറിന് വേണ്ടി അല്ലാഹു സുബ്ഹാനഹു വ തആല ഇബാദത്താക്കിയ ഷറഅാക്കിയ ഒരു ഇബാദത്താണ് ഷഅബാൻ മാസത്തിലെ നോമ്പ് എന്നുള്ളതാണ്. ഈ ഒരു വിഷയം നമ്മൾ മനസ്സിലാക്കുന്നതോടൊപ്പം ഖതീബ് മറ്റൊരു മസ്അല ഷഅബാനുമായി ബന്ധപ്പെട്ട് നമ്മളെ കേൾപ്പിച്ചു. അത് മുആദ് ഇബ്നു ജബൽ റളിയല്ലാഹു അൻഹുവിൽ നിന്ന് സുനനുകളിലും മറ്റും റിവായത്ത് ചെയ്യപ്പെടുന്ന കുറ്റമറ്റ ഒരു ഹദീസ്. അതിൽ തിരുമൊഴി പ്രകാരം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, യത്തലിഉല്ലാഹു ഇലാ ഖൽഖിഹി ലൈലത്തൻ നിസ്ഫ് മിൻ ശഅബാൻ ഫയഗ്ഫിർ ലിജമീഇ ഖൽഖിഹി ഇല്ലാ ലിമുശ്രികിൻ ഔ മുശാഹിൻ. ശഅബാൻ 15-ാം രാവിൽ അള്ളാഹു തൻ്റെ മുഴുവൻ പടപ്പുകളിലേക്കും നോക്കും. അങ്ങനെ അള്ളാഹു സുബ്ഹാനഹു വ തആല മുശ്രിക്കിനും മുശാഹിനും ഒഴിച്ച് ബാക്കിയുള്ളവർക്കെല്ലാം പൊറുക്കും. ഇത് ശഅബാൻ 15-ാം രാവുമായി ബന്ധപ്പെട്ട ഒരു തിരുമൊഴിയാണ്.
അള്ളാഹുവിൽ നിന്നുള്ള തിരുനോട്ടം ഷഅബാൻ 15 രാവിലുണ്ടാകും. ഷിർക്ക് ചെയ്യാത്തവർക്കും, അതാണ് മുശ്രിക്ക്, ഷിർക്ക് ചെയ്യാത്തവനും ഇല്ലാലി മുശ്രിക്ക്, ഷിർക്ക് ചെയ്യാത്തവനും ഔ മുഷാഹിൻ, മുഷാഹിൻ എന്ന് പറഞ്ഞാൽ പരസ്പരം വിദ്വേഷം വെച്ച് പുലർത്തുന്നവൻ, പക വെച്ച് പുലർത്തുന്നവൻ, അവർക്കും ഒഴിച്ച് ബാക്കിയെല്ലാം അല്ലാഹു സുബ്ഹാനഹു വ തആല പൊറുക്കും എന്നാണ്. ഈ തിരുമൊഴിയുടെ വെളിച്ചത്തിൽ ഏതാനും കാര്യങ്ങൾ ഖത്തീബ് നമ്മളെ കേൾപ്പിച്ചു. ഒന്ന്, ഷഅബാൻ 15 രാവിൽ അള്ളാഹുവിൻ്റെ തിരുനോട്ടമുണ്ടായാൽ അള്ളാഹുവിൽ നിന്നുള്ള മഗ്ഫിറത്ത് ഏകുകയാണ്, പാപമോചനം അള്ളാഹു അരുളുകയാണ്. ആ പാപമോചനം അള്ളാഹു നിഷേധിക്കുന്ന, തടയുന്ന 2 കൂട്ടർ, ഒന്ന് ഷിർക്ക് ചെയ്തവർ, മറ്റൊന്ന് പിണങ്ങി തെറ്റി കഴിയുന്നവർ. ഷിർക്ക് അത് മഹാ അക്രമവും അന്യായവുമാണ്. ഖത്തീബ് ഉണർത്തിയതുപോലെ മുസ്ലിം സമൂഹം ഷിർക്കൻ പ്രവൃത്തികളിൽ പലതുകൊണ്ടും പരീക്ഷിക്കപ്പെട്ട ഒരു യുഗത്തിലാണ് നമ്മളുള്ളത്. ഷിർക്കിൻ്റെ വൈവിധ്യങ്ങൾ അത് പല മുസ്ലിമീങ്ങളെയും പരീക്ഷിച്ചിരിക്കുകയാണ്. അള്ളാഹു അല്ലാത്തവരോടുള്ള സഹായത്തേട്ടവും വിളിയും, അള്ളാഹുവിന് മാത്രം ഒരു വിശ്വാസി സമർപ്പിക്കേണ്ട ആരാധന അത് അള്ളാഹുവിലേക്ക് വഴിമാറ്റി, അള്ളാഹു അല്ലാത്തവരിലേക്ക് വഴിമാറ്റി പരീക്ഷിക്കപ്പെട്ട ഒരു യുഗം. അള്ളാഹു അല്ലാത്തവരെ കൊണ്ട് സത്യം ചെയ്യുന്നവർ, നേർച്ചക്കാരെ വിളിച്ച്, ശുഹദാക്കളെ വിളിച്ച്, പടപ്പുകൾ പലരെയും വിളിച്ചുകൊണ്ട് സത്യം ചെയ്യുന്ന അവസ്ഥ, അള്ളാഹു അല്ലാത്തവർക്ക് നേർച്ചയും ബലിയും നൽകുന്ന അവസ്ഥ, അള്ളാഹു അല്ലാത്തവർക്ക് സുജൂദും റുക്കൂഉം വരെ സമർപ്പിക്കുന്ന ദുസ്ഥിതി. അലൈസ അല്ലാഹു ബികാഫിൻ അബ്ദഹു, ദാസന് അള്ളാഹു പോരെ എന്ന അള്ളാഹുവിൻ്റെ ചോദ്യം വിശുദ്ധ ഖുർആനിലുണ്ടായിരിക്കെ ദാസന്മാർ, അള്ളാഹു അല്ലാത്തവർ, അവരിലേക്ക് ആശ്രിതരാകുന്ന സ്ഥിതിവിശേഷം അതാണ് പല മുസ്ലിമീങ്ങളിലും കൊണ്ടുകൊണ്ടിരിക്കുന്നത്. ഖബറിടങ്ങൾ കെട്ടി ഉയർത്തപ്പെട്ട് അള്ളാഹുവിനോട് മാത്രം യാചിക്കേണ്ട കാര്യങ്ങൾ ഖബറാളികളോട് തേടുന്ന ദുരന്തം വിതുമ്പി കണ്ണ് നനഞ്ഞ് വിറകൈകളാൽ ഖബറുകൾക്ക് നേരെ, മഖാമുകൾക്ക് നേരെ, ദർഗകൾക്ക് നേരെ തിരിഞ്ഞു നിന്ന് ആളുകൾ സങ്കടം പറയുന്ന, ആവലാതി ബോധിപ്പിക്കുന്ന, ആവശ്യങ്ങൾ തേടുന്ന ദുസ്ഥിതി. ഇതൊരു പച്ചയായ യാഥാർത്ഥ്യം. ഇത് ആരെങ്കിലും ആക്ഷേപിക്കുവാനോ ഇകഴ്ത്താനുള്ള വർത്താനല്ല. ഈ മുസ്ലിം ഉമ്മത്തിൻ്റെ ശരീരത്തിൽ വേദനിക്കുന്ന ചില കാഴ്ചകളാണ്, നേർക്കാഴ്ചകളുടെ അവതരണമാണ്. കുട്ടിയില്ലാത്തവർ കുട്ടികൾക്ക് വേണ്ടി, ജോലിയില്ലാത്തവർ ജോലിക്ക് വേണ്ടി, രോഗങ്ങളുള്ളവർ രോഗം മാറാൻ വേണ്ടി, വറുതികളിൽ, പട്ടിണികളിൽ, പ്രയാസങ്ങളിൽ കഴിയുന്നവർ അവരുടെ വറുതിയും പട്ടിണിയും ഇല്ലായ്മയും പോകാൻ വേണ്ടി മേലായ റബ്ബ് സുബ്ഹാനഹു വ തആലയെ ആത്മാർത്ഥമായി വിളിക്കേണ്ടവർ പടപ്പുകളിൽ ആശ്രിതരാകുന്ന, പടപ്പുകളെ വിളിക്കുന്ന സ്ഥിതിവിശേഷമാണ് ഉള്ളത്. ഏലസ് കെട്ടി, നൂല് കെട്ടി, മാരണപ്രവൃത്തികളിൽ ആശ്രിതരായി പല മുസ്ലിമീങ്ങളും അപ്രകാരം ഷിർക്കിൽ പരീക്ഷിക്കപ്പെട്ട സ്ഥിതിവിശേഷമാണുള്ളത്. ജ്യോത്സ്യന്മാരുടെയും ഗണികന്മാരുടെയും സിദ്ധന്മാരുടെയും പണിക്കന്മാരുടെയും അസ്മായിൻ്റെ പണിക്കാരുടെയും ഒക്കെ മുന്നിൽ പോയി വിശ്വാസവും ആദർശവും തവക്കുലും പണയപ്പെടുത്തി ഷിർക്കിൻ്റെ പ്രവൃത്തികളിൽ പല മുസ്ലിമീങ്ങൾ ക്ഷേത്രനടകളിൽ ആശ്വാസം കാണാൻ വരി നിൽക്കുന്ന മുസ്ലിം സാധാരണക്കാരും പ്രത്യേകക്കാരും പല സിദ്ധന്മാരുടെയും അതേപോലെ പല ജിന്നുമ്മമാരുടെയും പല തങ്ങന്മാരുടെയും മുമ്പിൽ പോയി തങ്ങളുടെ വേവലാതികൾ ആവലാതികൾ നിരത്തി അള്ളാഹുവിൽ നിന്ന് മാത്രം കിട്ടേണ്ട കാര്യങ്ങൾ അവരോട് തേടുന്ന സ്ഥിതിവിശേഷം പലരിലും. ഷിർക്ക് അത് നാനായി വേണ്ടതില്ല, ഷിർക്ക് വളരെ കുറച്ച് മതി. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോടും മുഴുവൻ നബിമാരോടും അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞത് എന്താണ്? നമ്മൾ ഈ ഖുതുബയിൽ കേട്ടില്ലേ?
ഖുൽ അഫഗൈറല്ലാഹി തഅമുറൂനി അയ്യുഹൽ ജാഹിലൂൻ ഖുൽ അഫഗൈറല്ലാഹി തഅമുറൂനി അഅബുദു അയ്യുഹൽ ജാഹിലൂൻ വലഖദ് ഊഹിയ ഇലൈക വഇലല്ലദീന മിൻ ഖബ്ലിക ലഇൻ അശ്റക്ത ലയഹ്ബതന്ന അമലുക വലതകൂനന്ന മിനൽ ഖാസിരീൻ ബലില്ലാഹ ഫഅബ്ദ് വകുൻ മിനശ് ശാകിരീൻ വമാ ഖദറുല്ലാഹ ഹഖ ഖദ്രിഹി വൽഅർദു ജമീഅൻ ഖബ്ലതുഹു യൗമൽ ഖിയാമ വസ്സമാവാതു മത്വിയാത്തുൻ ബിയമീനിഹി സുബ്ഹാനഹു വതആല അമ്മാ യുശ്രികൂൻ. സൂറത്തു സുമറിൽ അല്ലാഹു സുബ്ഹാനഹു വതആല തുടർച്ചയായി നൽകിയ ആയത്തുകളാണിത്. നബിയുന മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് ഒരു അനുനയം സ്വീകരിക്കുവാൻ, ഒരു ഷോപ്പിംഗ് നയം കൊണ്ടുവന്ന് മുശ്രിക്കുകൾ കുറച്ചു കാലം നമ്മളെന്തിനാ തെറ്റി നിൽക്കുന്നത്, കുറച്ചു കാലം നീ ഞങ്ങളുടെ ആരാധ്യന്മാരെ, ഞങ്ങൾ കുറേ കാലം നിൻ്റെ ആരാധ്യനെ ആരാധിക്കാം എന്നൊക്കെ പറഞ്ഞ് മക്കയിലെ ബഹുദൈവ വിശ്വാസികൾ വന്നപ്പോൾ നബിയുന മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് അല്ലാഹു പറഞ്ഞതാണ്, ഖുൽ അഫഗൈറല്ലാഹ് തഅമുറൂനി അഅബുദു അയ്യുഹൽ ജാഹിലൂൻ. വിവരം കെട്ടവരെ, അല്ലാഹു അല്ലാത്തവരെ ആരാധിക്കുവാനാണോ നിങ്ങൾ എന്നോട് കൽപ്പിക്കുന്നത്? അവരോട് പ്രതികരിക്കാൻ പറയാണ്. എന്നിട്ട് എന്താ അല്ലാഹു പറയുന്നത്? വലഖദ് ഊഹിയ ഇലൈക വഇലല്ലദീന മിൻ ഖബ്ലിക ലൈൻ അശ്റക്ത ലയഹ്ബതന്ന അമലുക. പ്രവാചകരെ, നിങ്ങൾക്കും നിങ്ങളുടെ മുമ്പ് കടന്നുപോയ നബിമാർക്കും വഹി നൽകപ്പെട്ടിട്ടുണ്ട്, ബോധനം നൽകപ്പെട്ടിട്ടുണ്ട്. എന്താ ബോധനം നൽകപ്പെട്ടത്? ലൈൻ അശ്റക്ത, നീ ശിർക്ക് ചെയ്താൽ അത് അസംഭവ്യം ഉണ്ടാവില്ല. പക്ഷേ അല്ലാഹു സുബ്ഹാനഹു വതആല അതിൻ്റെ ഗൗരവം മനസ്സിലാക്കാൻ, ആളുകൾ വളരെ ഗൗരവത്തിൽ മനസ്സിലാക്കാൻ അല്ലാഹു പ്രയോഗിച്ച ശൈലിയാണത്. നിങ്ങൾ ശിർക്ക് ചെയ്താൽ നിങ്ങളുടെ അമലുകൾ പൊളിഞ്ഞു പോകും. വലതകൂനന്ന മിനൽ ഖാസിരീൻ, നിങ്ങൾ നഷ്ടക്കാരിൽ പെട്ടുപോകും. അമ്പിയാക്കളാണ്, അതിൽ ഉലുൽ അസ്മുണ്ട്, അതിൽ അഫ്ദലുൽ ബശറുണ്ട്, അതിൽ മുർസലീങ്ങളുണ്ട്, അതിൽ അമ്പിയാക്കളുണ്ട്. ആരായാലും ഷിർക്ക് ചെയ്താൽ അമല് പൊളിഞ്ഞു പോകും, നഷ്ടക്കാരിൽ പെട്ടുപോകും. അതുകൊണ്ട് ഷിർക്ക് ചെയ്യരുത് എന്ന് അല്ലാഹു സുബ്ഹാനഹു വതആല തുടർന്ന് പറയാണ്. എന്നിട്ട് എന്താ പറഞ്ഞത്? ബലില്ലാഹ ഫഅബ്ദ്, അള്ളാഹുവിനെ മാത്രം ആരാധിച്ചോ. ബലില്ലാഹ്, അള്ളാഹുവിനെ മാത്രം, ഫഅബ്ദ്, നീ ആരാധിച്ചോ. അള്ളാഹ് എന്നുള്ളത് മുന്തിപ്പിച്ചു, ഫഅബ്ദ് എന്നുള്ളത് പിന്തിപ്പിച്ച്, അത് മാത്രം എന്നുള്ള അള്ളാഹുവിനെ മാത്രം നീ ആരാധിക്ക്. വകുൻ മിനശ് ശാകിരീൻ, നന്ദി കാണിക്കുന്നവരിൽ നീ ഉൾപ്പെടുകയും ചെയ്യുക. ഇത് അല്ലാഹു സുബ്ഹാനഹു വതആല പറയാണ്. എന്നിട്ട് അള്ളാഹു അല്ലാത്തവരെ ആശ്രയിക്കുന്ന, അള്ളാഹു അല്ലാത്തവരെ ആരാധിക്കുന്നവരെ കുറിച്ച് പറയാണ്, വമാ ഖദറുല്ലാഹ ഹഖ ഖദ്രിഹി, അവർ അള്ളാഹുവെ കണക്കാക്കേണ്ട വിധം കണക്കാക്കിയിട്ടില്ല. അതുകൊണ്ടാണ് അള്ളാഹു അല്ലാത്തവരിലേക്ക് പോണത്, അള്ളാഹു അല്ലാത്തവരെ വിളിക്കണത്. അള്ളാഹു അല്ലാത്തവർക്ക് നേർച്ചയും, അള്ളാഹു അല്ലാത്തവർക്ക് ബലിയും, അള്ളാഹു അല്ലാത്തവർക്ക് സത്യവും റുകൂഉം സുജൂദൊക്കെ കൊടുക്കാൻ കാരണം വമാ ഖദറുല്ലാഹ ഹഖ ഖദ്രി, അവർ അള്ളാഹുവെ കണക്കാക്കേണ്ട വിധം കണക്കാക്കിയിട്ടില്ല. വൽ അർദു ഖബ്ലതുഹു യൗമൽ ഖിയാമ വസ്സമാവാതു മത്വിയാത്തുൻ ബിയമീനി സുബ്ഹാനഹു വതആല അമ്മാ യുശ്രികൂൻ. അത് അന്ത്യനാളിൽ അള്ളാഹു ഭൂമിയെ കൈപ്പിടിയിൽ ഒതുക്കും, വാനങ്ങളെ ചുരുട്ടിപ്പിടിക്കും. അത് അള്ളാഹിൻ്റെ കഴിവെന്ത് കൽപ്പെന്ത് എന്ന് പറയാൻ അറിയിക്കുകയാണ്. ഇങ്ങനെയുള്ള ഒരു അള്ളാഹിനെ വിട്ടിട്ടാണ് ഒന്നിനും കഴിയാത്ത പടപ്പുകളിൽ മനുഷ്യരാശ്രിതരാകുന്നത്. മരണപ്പെട്ട് മൺമറഞ്ഞ് പോയ ആളുകളിൽ ആശ്രിതരാകാണ്. എന്താ അല്ലാഹു സുബ്ഹാനഹു വതആല പറഞ്ഞത്? സുബ്ഹാനഹു വതആല അമ്മാ യുശ്രികൂൻ, അവർ പങ്കുവെക്കുന്നതിൽ നിന്ന് അള്ളാഹു പരമപരിശുദ്ധനാകുന്നു, അവൻ്റെ പരിശുദ്ധിയെ ഞാൻ വാഴ്ത്തുന്നു. ഇത് അല്ലാഹു സുബ്ഹാനഹു വതആല പറയാണ്. അപ്പോൾ ഷിർക്ക് അത് വന്നാൽ മനുഷ്യൻ തകർന്നു, അവൻ്റെ അമലുകൾ പൊളിഞ്ഞു, മനുഷ്യൻ നാശക്കാരനായി, നഷ്ടക്കാരനായി. അതുകൊണ്ട് അത്തരം ഷിർക്കുകൾ കൊണ്ട് പരീക്ഷിക്കപ്പെട്ട ഈ യുഗത്തിൽ ഷിർക്കിൻ്റെ വല്ലതും അത് നമ്മളുടെ വിളിയാളമായി, നമ്മളുടെ ഒരു ദുആയായി, നമ്മളുടെ ഒരു സത്യമായി, നമ്മളുടെ ഒരു പ്രണാമമായി, നമ്മളുടെ ഒരു വിശ്വാസമായി, അല്ലെങ്കിൽ ഒരു ഏലസായി, ഒരു നൂലായി, ഒരു സിദ്ധൻ്റെ മുമ്പിൽ, ഒരു പണിക്കൻ്റെ മുമ്പിൽ, ഒരു ജിന്നുമ്മയുടെ മുമ്പിൽ നമ്മളുടെ ഒരു വർത്താനായിട്ട് വല്ലത് സംഭവിച്ചിട്ടുണ്ട് എങ്കിൽ നമ്മൾ അള്ളാഹിനോട് തൗബ ചെയ്യണം, അള്ളാഹുവിനോട് പൊറുക്കലിനെ തേടണം. കാരണം ഷാബാൻ 15 രാവിൽ മേലായ റബ്ബ് സുബ്ഹാനഹു വതആലയിൽ നിന്നുള്ള ഒരു തിരുനോട്ടത്തിൽ അള്ളാഹുവിൻ്റെ മഗ്ഫിറത്ത് അള്ളാഹു അരുളുമ്പോൾ, അള്ളാഹുവിൽ നിന്ന് കനിയുമ്പോൾ അതൊരിക്കലും നമ്മൾക്ക് നിഷേധിക്കപ്പെടാൻ പാടുള്ളതല്ല, നമുക്കത് ഹറാമാകാൻ പാടില്ല. അതുകൊണ്ട് തൗബ ചെയ്യണം എന്ന വസിയ്യത്താണ് ഇവിടെ ഈ മിമ്പറിൽ നമ്മൾ കേട്ടത്. ഷിർക്കിൽ നിന്നുള്ള പശ്ചാത്താപവും
തൗബയും. കാരണം മുശ്രിക്കിന് പാപമോചനം ഉണ്ടാവില്ല എന്നാണ് അവിടെ പറഞ്ഞത്. രണ്ടാമത്തെ വിഷയം മുഷാഹിനിൻ്റെ വിഷയമാണ്. മുഷാഹിൻ എന്ന് പറഞ്ഞാൽ പകയും പോരും മനസ്സിൽ കൊണ്ട് നടക്കുന്നവർ, മറ്റുള്ളവർക്ക് നേരെ മറ്റുള്ളവരോട് തെറ്റി അവരോട് വിദ്വേഷം, പിണക്കം, ഇതാണ് ഒരു മനുഷ്യൻ്റെ ഉള്ളെങ്കിൽ അത്തരക്കാർക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല പാപമോചനമേകൂല്ല എന്നാണ് ഇവിടെ തിരുമൊഴിയിലുള്ളത്. മറ്റൊരു ഹദീസിൽ നമ്മൾ കേട്ടു, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, എല്ലാ തിങ്കളാഴ്ചയും അള്ളാഹു വാനകവാടങ്ങൾ തുറക്കും. എന്തിന്? ദാസന്മാരുടെ അമലുകൾ ഉപരിലോകത്ത് സ്വീകരിക്കപ്പെടാൻ. ഹദീസിൽ കാണാം, ഒരു സഹോദരൻ മറ്റൊരാളോട് പിണങ്ങി നിൽക്കുകയാണ് എങ്കിൽ, തെറ്റി നിൽക്കുകയാണ് എങ്കിൽ അള്ളാഹു സുബ്ഹാനഹു വ തആല അവരുടെ അമൽ ഉപരിലോകത്ത് സ്വീകരിക്കൂല. പിന്നെയോ അള്ളാഹു പറയൽ മലക്കുകളോട്, കർമ്മങ്ങൾ ഉയർന്ന മലക്കുകളോട് പറയൽ, അംദിറാഹാദൈൻ ഹത്താ യസ്തലിഹ, തെറ്റി നിൽക്കുന്ന രണ്ട് പേർ അവർ നന്നാകട്ടെ, അതുവരെ അവരുടെ കർമ്മങ്ങൾ പിന്തിപ്പിക്കാൻ പറയും. അത് അള്ളാഹു സ്വീകരിക്കൂല. പിന്നെ അവർ നന്നാകട്ടെ, എന്നിട്ട് അവരുടെ അമലുകൾ ഉയർത്തിയാൽ മതി എന്ന രീതിയിൽ അംദിറഹാദൈൻ ഹത്താ യസ്തലിഹ, അവർ തെറ്റ് അന്യോന്യം തീർക്കട്ടെ, എന്നിട്ട് അതുവരെ അവരുടേത് പിന്തിപ്പിക്കാൻ അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുമെന്നാണ്. വിഷയത്തിൻ്റെ ഗൗരവമാണ് അറിയിക്കുന്നത്. പലരും പലരോടും പിണക്കത്തിൽ, പലരും പലരോടുള്ള തെറ്റിൽ, എന്നിട്ട് മറ്റവനോടുള്ള വിദ്വേഷമാണ് ഖൽബിൽ. ആണായി പെണ്ണായി ആ വിദ്വേഷം അത് പലരും പറഞ്ഞു തീർക്കും, പലരും ചെയ്തു തീർക്കും, പലരും പല രീതിയിൽ പ്രതിഫലിപ്പിക്കുകയും പ്രകടിപ്പിക്കുകയും ചെയ്യും. നഷ്ടം സ്വന്തത്തിന് തന്നെയാണ്. പിണങ്ങിക്കഴിയുന്നവൻ ഉമിത്തി കണക്കെ സ്വയം നീറിത്തീരുന്ന ദുസ്ഥിതിയിലാണുള്ളത്. ഇത്തരം തിരുമൊഴികളെ വിഷയങ്ങളിൽ നമുക്ക് നല്ല മാതൃകയും ഉൾക്കാഴ്ചയുമാകേണ്ടതുണ്ട്. മറ്റുള്ളവർക്ക് നേരെ നമ്മൾ കൊണ്ടു നടക്കുന്ന പക അത് നമുക്ക് തന്നെ വിനയാണ് എന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. അതുകൊണ്ട് ഇത്തരം അള്ളാഹുവിൽ നിന്നുള്ള അരുൾപ്പാടുകൾ പാപമോചനമായി കാരുണ്യമായി വർഷിക്കപ്പെടുമ്പോൾ അത് നമ്മൾ എന്തിനാണ് നമുക്ക് ഹറാമാക്കണത്? എന്തിനാണ് പിണങ്ങി കഴിയുന്നത്, തെറ്റിക്കഴിയുന്നത്? ചിലർ മാതാപിതാക്കളോട് വരെ നഊദു ബില്ലാഹ് തെറ്റിക്കഴിയുന്ന മക്കളുണ്ട്. മാതാപിതാക്കളോട് തെറ്റിക്കഴിയുന്ന മക്കൾ, ചോരയും തെറ്റിക്കഴിയുന്ന മക്കൾ, പിണക്കത്തിൽ കഴിയുന്ന ആളുകൾ, അള്ളാഹു കാക്കട്ടെ, നഊദു ബില്ലാഹ്. അതുകൊണ്ട് അത്തരം കാര്യങ്ങൾ ശ്രദ്ധിക്കണം എന്നാണ് ഇവിടെ അതുമായി ബന്ധപ്പെട്ട് നമ്മൾ കേട്ടത്. മറ്റൊരു വിഷയം ഷഅബാൻ 15 ആഘോഷിക്കുന്നതുമായി ബന്ധപ്പെട്ടാണ്. ഷഅബാൻ 15 പ്രത്യേക ഒരു ആഘോഷ ദിവസമായി പല മുസ്ലിമീങ്ങളും ഗണിച്ചിട്ടുണ്ട്. അത് ഈ വിഷയത്തിൽ ഒരു തെറ്റായ നിലപാടാണ്. ഷഅബാൻ 15 പ്രത്യേകം ഒരു ആഘോഷം കൊണ്ട്, ഒരു കർമ്മം കൊണ്ട് പ്രത്യേകമാക്കാനുള്ളതല്ല. ഷഅബാൻ 15 ഈ ഒരു പ്രത്യേകത പറഞ്ഞപ്പോൾ അള്ളാഹുവിൻ്റെ പാപമോചനം ഉണ്ടാകും, അത് ശിർക്ക് ചെയ്യാത്തവർക്കും തെറ്റി നിൽക്കാത്തവർക്കുമാണ് എന്ന് പറയുമ്പോൾ ഒരു മനുഷ്യൻ ശിർക്കിൽ നിന്ന് തൗബ ചെയ്യുക, ആരോടും പണക്കത്തിൽ കഴിയാതിരിക്കുക, അതാണ് അതിൽ ശ്രദ്ധിക്കേണ്ടത്. ഇതിനപ്പുറം പൂർവികർ ഒരു പ്രത്യേക കർമ്മം നമുക്ക് സുന്നത്തിൽ തെളിഞ്ഞിട്ടില്ല. ഷഅബാൻ 15 ഒരു പ്രത്യേക നോമ്പ്, ആ വിഷയത്തിൽ സഹിയായി വന്നിട്ടില്ല, ഹദീസ് വന്നിട്ടില്ല. ഷഅബാൻ 15 ഒരു പ്രത്യേക നമസ്കാരം ഹദീസിൽ വന്നിട്ടില്ല സഹിയായി. അതേപോലെ ഷഅബാൻ 15 അന്ന് ഒരു പ്രത്യേക ചീരണി വിതരണം, പ്രത്യേക ഭക്ഷണം ഉണ്ടാക്കിയിട്ട് അത് വിതരണം, ഇങ്ങനെ അത് സഹിയായി വന്നിട്ടില്ല. ആ വിഷയത്തിൽ സഹിഹായ ഒരു പ്രമാണം കാണാൻ സാധ്യമല്ല. അതുകൊണ്ടാണ് ഷെയ്ഖ് അബ്ദുൽ അസീസ് ഇബ്നു ബാസ് റഹ്മത്തുള്ളാഹി അലൈഹിയോടുള്ളൊരു ചോദ്യം, ആ ചോദ്യത്തിൻ്റെ പ്രതികരണം ഫത്വയായി നമ്മൾ കേൾക്കേണ്ടായി. ഷഅബാൻ 15 ചിലർ ആഘോഷിക്കുന്നു, ചിലർ റജബ് 27 ആഘോഷിക്കുന്നു, ചിലർ റജബ് മാസത്തിലെ ആദ്യത്തെ വെള്ളിയാഴ്ച ആഘോഷിക്കുന്നു. ഇതിനൊക്കെ വല്ല പ്രൂഫും ഉണ്ടോ എന്നുള്ളതാണ് ചോദ്യം. റജബ് 27 കഴിഞ്ഞ്, അതേപോലെ റജബ് ആദ്യത്തെ വെള്ളിയാഴ്ചയും കഴിഞ്ഞ്, റജബ് 27 മിഹ്റാജ് രാവ് എന്ന രീതിയിലാണ് ആളുകൾ ആഘോഷിക്കൽ. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഇസ്രാ മിഹ്റാജ് നടത്തിയ ദിവസമാണ് റജബ് 27. അതുകൊണ്ട് ആ ദിവസം പ്രത്യേകം ആരാധിക്കുക, ആഘോഷിക്കുക.
ഇത് ശരിക്കും പ്രമാണബദ്ധമല്ല. ഒന്നാമത് റജബ് 27-നാണ് ഇസ്രാ മിറാജ് നടന്നത് എന്നുള്ളത് സ്ഥിരപ്പെട്ടിട്ടില്ല, തെളിഞ്ഞിട്ടില്ല. പല അഭിപ്രായങ്ങളാണ്. ഇമാം ഇബ്നു ഹജർ തന്നെ 10-ലേറെ അഭിപ്രായം കൊടുത്തിട്ടുണ്ട് എന്നാണ് റജബ് മിറാജ് നടന്നത് എന്ന വിഷയത്തിൽ. അത് ഒരു വ്യക്തമായ തെളിവ് വന്നിട്ടില്ല. റജബ് 27-നാണ് മിറാജ് നടന്നത് എന്നുള്ളത് ചരിത്രപരമായി ശരിയുമല്ല, ചരിത്രപരമായിട്ട് ശരിയല്ല. റജബ് 27 നടന്നത് ഒന്നുകിൽ റമളാൻ മാസം അല്ല, അസ്തഗ്ഫിറുല്ലാഹ്, മിറാജ് രാവ് നടന്നത്, മിറാജ് നടന്നത് ഇസ്രാ മിറാജ് സംഭവം നടന്നത് ഒന്നുകിൽ റമളാൻ മാസത്തിൻ്റെ ഒടുവിൽ അല്ലെങ്കിൽ ഷവ്വാലിൻ്റെ ആദ്യത്തിൽ എന്നൊക്കെയാണ് ചരിത്രത്തെ സൂക്ഷ്മമായി പഠിച്ച പല പണ്ഡിതന്മാരും സ്ഥിരീകരിച്ചിട്ടുള്ളത്. അത് റജബ് 27-നാവുക എന്നുള്ളത് ഒരിക്കലും ചരിത്രപരമായി സാധ്യതയില്ല എന്നുള്ളത് പല സൂക്ഷ്മാലുക്കളായ പ്രാമാണികരായ പണ്ഡിതന്മാരും സ്ഥിരീകരിച്ചിട്ടുണ്ട്. കാരണം അതിന് പല വിഷയങ്ങൾ അവർ നിരത്തിയിട്ടുണ്ട്. അതിൻ്റെ ആ വാദം അവർ സാധൂകരിക്കുന്ന രീതിയിൽ അത് നിരത്തിയത് കാണാൻ സാധിക്കും. ഏതായാലും ഇനി റജബ് 27-നാണ് മിറാജ് നടന്നതെന്ന് സ്ഥിരപ്പെട്ടാൽ തന്നെ റജബ് 27 ആഘോഷിക്കാൻ നമുക്ക് തെളിവ് വേണം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ റജബ് 27-ൻ്റെ പകലിൽ നോമ്പ് നോറ്റിട്ടില്ല. രാവിലെ ഒരു പ്രത്യേക നിസ്കാരം സലാത്തുർ റഗായിബ് എന്നോ മറ്റോ പേരിട്ട് നിസ്കരിച്ചിട്ടുമില്ല. അന്നൊരു യാസീൻ ഓതാനോ ഒരു ചീരണി വിതരണം ചെയ്യാനോ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ സഹാബത്ത് അങ്ങനെ ചെയ്തത് സ്ഥിരപ്പെട്ടില്ല. എന്നാണ് ആ രാവ് എന്ന് തന്നെ സ്ഥിരപ്പെട്ടില്ല. പിന്നല്ല അതിൽ ഇന്ന ആരാധനകൾ ആളുകൾക്ക് 1000 സലാത്തുർ റഗായിബ് എന്ന് പറഞ്ഞിട്ട് 1000 റക്അത്ത് നിസ്കാരം വരെ പലരും ഉണ്ടാക്കിയിട്ടുണ്ട്. പല രീതിയിലാണ് ആ നിസ്കാരം. അതിൽ ഖുൽ ഹുവല്ലാഹു അഹദ് സൂറത്ത് ഇത്ര പ്രാവശ്യം, അതേപോലെ തന്നെ അതിൻ്റെ റക്അത്തുകൾ ഇത്ര പ്രാവശ്യം, അങ്ങനെ രാവൻ അറിയപ്പെട്ടില്ല. പിന്നെ അതിൽ ഇങ്ങനത്തെ പ്രത്യേകതകളിൽ ഒരു ഇബാദത്ത്. പിന്നെ അന്ന് പകൽ നോമ്പ്. എത്ര ആളുകളാണ് വിളിച്ചു ചോദിക്കണത്, നാളെ 27-ആവാണ് ഉസ്താദ്, എന്താണ് നോമ്പിന് നീയത്ത്, ഇങ്ങനെയൊക്കെയാണ് ചോദിക്കണത് ചിലർ. നോമ്പന്നല്ല, പിന്നെയാണ് നീയത്ത്. ഈ ഓരോ വിഷയങ്ങൾ ആളുകൾ ദീനിൽ പുതുതായി ഉണ്ടാക്കുക. അതേപോലെയാണ് ഈ ഷാബാൻ 15 രാവ്, ബറാഅത്ത് രാവ് എന്ന പേരിലാണ് ഇതിനെ ആഘോഷിക്കൽ. ഇന്ന് ബറാഅത്ത് രാവാണ്. എന്നിട്ട് എന്താ, ബറാഅത്ത് രാവിന് ചീരണി ഉണ്ടാക്കും, ബറാഅത്ത് രാവിന് പള്ളിയിൽ കൂടും, അവിടെ മൗലിദ് ഉണ്ടാകും, അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും മജ്ലിസ് ഉണ്ടാകും, ദിക്റിൻ്റെ ഹലക്ക ഉണ്ടാകും. എന്നിട്ട് അവിടെ ഈ ചീരണി വിതരണം, പകലിൽ ഒരു പ്രത്യേക നോമ്പ്, ഇങ്ങനെയാണ് ബറാഅത്ത് രാവിനെ ആഘോഷിക്കാറ് നാടുകളിൽ. യഥാർത്ഥത്തിൽ അതിനെന്തില്ല, ഒരു തെളിവില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അവിടുത്തെ സഹാബത്തോ അങ്ങനെ ആഘോഷിച്ചതായിട്ട് തെളിവില്ല. ബറാഅത്ത് രാവ് എന്ന പേരിൽ തന്നെ ഒരു രാവ്, അതിനൊരു പേര് വളരെ പിൽക്കാലത്താണ്. ഷഅബാൻ 15-നെ സംബന്ധിച്ചിടത്തോളം വന്ന ഒരു ഹദീസ്, ആ ഹദീസിൻ്റെ ആശയം നമ്മളെന്താണെന്ന് ഇവിടെ മനസ്സിലാക്കി. എന്നാൽ അതിൻ്റെ പേരിൽ പ്രത്യേകം ഒരാഘോഷം, പ്രത്യേകം ഒരു ആരാധന, പ്രത്യേകം ഒരു നോമ്പ്, അതൊരിക്കലും സ്ഥിരപ്പെട്ടിട്ടില്ല എന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടതാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല നോക്കുകയും അവൻ്റെ പാപമോചനം അവൻ അരുളുകയും ചെയ്യും എന്ന് പറയുന്ന ഹദീസ് ആ വിഷയത്തിൽ സ്ഥിരപ്പെട്ടതാണ്. അത് ഷഅബാൻ 15 രാവിനുണ്ട് എന്നുള്ളതാണ്. ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു വിഷയം അനുബന്ധമായിട്ട്, അള്ളാഹുവിൽ നിന്നുള്ള പ്രത്യേക നോട്ടം ഷഅബാൻ 15 രാവിനുണ്ടാകുമെന്ന ഹദീസിൽ വന്നു. നമ്മളത് വിശ്വസിക്കുന്നു, അൽഹംദുലില്ലാ. അള്ളാഹുവിൽ നിന്നുള്ള പ്രത്യേക നോട്ടവും അതേപോലെ തന്നെ അള്ളാഹുവിൽ നിന്നുള്ള അരുൾപ്പാടും എല്ലാ രാവുകളിലുമുണ്ട് എന്നും ഹദീസിൽ വന്നിട്ടുണ്ട്. പ്രത്യേകം ഷഅബാൻ 15-ൻ്റെ വിഷയത്തിൽ വന്നിട്ടുണ്ട്. അതേപോലെ തന്നെ എല്ലാ രാവുകളിലും യൻസിലു റബ്ബുന ഇലസ്സമാഇ ദുനിയ ഇദാ ബഖിയ സുലുസുൽ ലൈൽ അൽ അഖീർ, ഹദീസിൽ ഇമാം മുസ്ലിം മറ്റൊക്കെ റിപ്പോർട്ട് ചെയ്യുന്ന ഹദീസാണ്. രാവിൻ്റെ അവസാനത്തെ 1/3 ശേഷിച്ചാൽ നമ്മുടെ റബ്ബ് ഭൂമിയോട് ഏറ്റവും അടുത്ത ആകാശത്തിലേക്ക് ഇറങ്ങുകയും അങ്ങനെ അള്ളാഹു സുബ്ഹാനഹു വ തആല ആ രാവിൻ്റെ അവസാനത്തെ 1/3 ശേഷിക്കുമ്പോൾ അള്ളാഹുവിൻ്റെ വരവിൽ അള്ളാഹു ചോദിക്കുമെന്നാണ്. ആരാണ് എന്നോട് ചോദിക്കുന്നത്, ഞാൻ അവന് നൽകും. ആരാണ് എന്നോട് പാപമോചനം നടത്തുന്നത്, അവൻ്റെ പാപം ഞാൻ അവന് പൊറുക്കും. ആരോട് ആണ് എന്നോട് തൗബ ചെയ്യുന്നത്, അവൻ്റെ പശ്ചാത്താപം ഞാൻ സ്വീകരിക്കും. ഇതെല്ലാ രാവുകളിലുമുണ്ട്, എല്ലാ രാവുകളിലുമുണ്ട്. അപ്പോൾ ഈ എല്ലാ രാവുകളിലും അള്ളാഹുവിൽ നിന്നുള്ള ഈ ചോദ്യവും അതേപോലെ അള്ളാഹുവിൽ നിന്നുള്ള പാപമോചനവും പശ്ചാത്താപവും അള്ളാഹു അരുളുന്ന ഈ എല്ലാ രാവുകളിലും ആഘോഷമുണ്ടോ? ഈ ഹദീസിൻ്റെ വെളിച്ചത്തിൽ എല്ലാ രാവുകളിലും നേരം പുലരുമ്പോൾ മുസ്ലിമീങ്ങൾക്കൊരു പ്രത്യേക മൗലിദും ഒരു ദിക്റും ഒരു ദിക്റിൻ്റെ ഹലക്കയും അതിൽ ചീരണി വിതരണവും ഉണ്ടാവും? ഇല്ല. എങ്ങനെയാണ് ആ എല്ലാ രാവുകളെയും മുസ്ലിമീങ്ങൾ ലോകത്ത് കൊണ്ടുനടക്കുന്നത്? അതേപോലെ തന്നെയാണ് ലൈലത്തുൽ
നിസ്ഫ് മിൻ ഷഅബാൻ, ഷഅബാൻ 15 രാവിൻ്റെയും വിഷയം ആ രീതിയിൽ മുസ്ലിമീങ്ങൾ അതിനെ കാണുകയാണ് വേണ്ടത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളും സഹാബത്തും എങ്ങനെ ആ രാവിനെ കണ്ടുവോ അതേപോലെ നമ്മൾ കാണുക എന്നുള്ളതാണ്. പ്രത്യേകം ഒരാഘോഷം, ഒരാരാധന ഇതതിൽ പറയപ്പെട്ടിട്ടില്ല എന്നുള്ളതാണ്. ഷിർക്കിൽ നിന്ന് തൗബ ചെയ്യുക, തെറ്റി കഴിയുന്നവർ പരസ്പരം പറഞ്ഞ് നന്നാകുക, അള്ളാഹു അരുളുന്ന ആ മഗ്ഫിറത്ത് അത് തന്നിലേക്ക് അരുളപ്പെടാൻ വേണ്ടിയിട്ടൊരു മുസ്ലിം അള്ളാഹുവിൽ അഭിലഷിക്കുകയും അള്ളാഹുവോട് അർത്ഥിക്കുകയും ചെയ്യുക, ഇതാണ് കരണീയമായിട്ടുള്ളത്. ആ ഒരു ഉപദേശം ആണ് ഇവിടെ നമ്മൾ അവസാനമായി അത് കേൾക്കുകയുണ്ടായത്. ഏതായാലും വിശുദ്ധ റമദാൻ സമാഗതമാകുവാൻ ഏതാനും ആഴ്ചകൾ ശേഷിക്കുകയാണ്. ഷാബാനിൽ നമ്മൾ ഒരു ഒരുക്കത്തിലും തയ്യാറെടുപ്പിലും ആകണം എന്നുള്ളതാണ് ഏറ്റവും പ്രധാനമായിട്ട് ഇവിടെ നമ്മൾ ശ്രദ്ധിക്കേണ്ടത്. അതിനുള്ള വസീയത്താണ് നമ്മൾ ഇവിടെ കേൾക്കുകയുണ്ടായത്. മേലായ റബ്ബ് സുബ്ഹാനഹു വ തആല നമ്മളെ എല്ലാവരെയും എല്ലാവിധ നന്മകൾക്കും അനുഗ്രഹിക്കുമാറാവട്ടെ. എല്ലാവിധ നന്മകളിലേക്കും അള്ളാഹു നമുക്കെല്ലാവർക്കും ഉദവിയും തൗഫീഖും പ്രദാനം ചെയ്യുമാറാവട്ടെ. അള്ളാഹു സുബ്ഹാനഹു വ തആല സൽപ്രവൃത്തികൾ നമുക്ക് എളുപ്പമാക്കി തരുമാറാവട്ടെ. അള്ളാഹു എല്ലാ നന്മകളിലും മുന്നേറാൻ നമ്മുടെ ആയുരാരോഗ്യം അള്ളാഹു ഏറ്റി നൽകുമാറാവട്ടെ. അള്ളാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ പര്യവസാനം നന്നാക്കുമാറാവട്ടെ. ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന കലിമത്തു തൗഹീദിൽ മരണപ്പെടാൻ അള്ളാഹു നമുക്കെല്ലാവർക്കും തുണ പ്രദാനം ചെയ്യുമാറാവട്ടെ. അള്ളാഹു നമ്മളോട് ദുആക്ക് വസിയത്ത് ചെയ്തവരുടെ നല്ല ഉദ്ദേശങ്ങളെ അവർക്ക് നിറവേറ്റി കൊടുക്കുമാറാവട്ടെ. രോഗം കൊണ്ട് വലയുന്നവരുടെ രോഗങ്ങൾക്ക് അള്ളാഹു ശിഫ നൽകുമാറാവട്ടെ. അള്ളാഹുവിൽ നിന്നുള്ള ആഫും ആഫിയത്തും അള്ളാഹു അവരിലും നമ്മളിലും കനിയുമാറാവട്ടെ. നമ്മുടെ ഒരു സഹോദരി കഴിഞ്ഞ ചൊവ്വാഴ്ച ഒരു അപകടത്തിൽ മരണപ്പെടുകയുണ്ടായി. അള്ളാഹു സുബ്ഹാനഹു വ തആല മഹദിക്ക് പൊറുക്കുമാറാവട്ടെ. അള്ളാഹു അവരെത്തിപ്പെട്ട ഖബറിടം അവരുടെ ഒരു സ്വർഗീയ ആരാമമാക്കി അനുഗ്രഹിക്കുമാറാവട്ടെ. അള്ളാഹു അവരെ ഒരു ഷഹീദത്തായ ആഖിറത്തിൽ സ്വീകരിക്കുമാറാവട്ടെ. അവർ വിട്ടയച്ച മക്കളിലും ശേഷക്കാരിലും അള്ളാഹു ഹൃദയവിശാലത പ്രദാനം ചെയ്യുമാറാവട്ടെ. അവർക്ക് നഷ്ടപ്പെട്ടതിനേക്കാൾ ഉത്തമമായത് അള്ളാഹു അവർക്ക് പ്രദാനം ചെയ്യുമാറാവട്ടെ. അള്ളാഹു സുബ്ഹാനഹു വ തആല അവരെയും നമ്മെയുമൊക്കെ നമ്മുടെ വേദികളിൽ ഒരുമിച്ച് കൂട്ടിയതുപോലെ സ്വർഗത്തിൻ്റെ ഉന്നതങ്ങളിൽ മുഹമ്മദ് നബിയുടെ അയൽവാസികളായി ഒത്തുകൂടാൻ അള്ളാഹു അനുഗ്രഹിക്കുമാറാവട്ടെ. അള്ളാഹുവിൻ്റെ ആഫുവും ആഫിയത്തും അള്ളാഹു നമ്മളിലും അവരിലും കനിയുമാറാവട്ടെ. അള്ളാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ ഇണകളിലും മക്കളിലും നമുക്കെല്ലാം കൺകുളിർമ വർദ്ധിപ്പിക്കുമാറാവട്ടെ. നമ്മളിലൂടെ നമ്മുടെ മാതാപിതാക്കൾക്ക് അള്ളാഹു കൺകുളിർമയേറ്റി അള്ളാഹു അവരെയും നമ്മയും അനുഗ്രഹിക്കുമാറാവട്ടെ. അല്ലാഹുമ്മ ഗ്ഫിർ ലിൽ മുഅ്മിനീന വൽ മുഅ്മിനാത്ത് വൽ മുസ്ലിമീന വൽ മുസ്ലിമാത്ത് അൽ അഹ്യാഇ മിൻഹും വൽ അംവാത്ത് ഇന്നക മുജീബുദ് ദഅവാതി യാ ഖാദിയൽ ഹാജാത്ത്. اللهم أعز الإسلام والمسلمين وأذل الشرك والمشركين ودمر أعداءك أعداء الملة والدين. اللهم أجرنا من النار، اللهم أجرنا من النار، اللهم أجرنا من النار. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. اللهم احفظ لهذه البلاد أمنها ورجال أمنها وقيادتها وعقيدتها إنك ولي ذلك والقادر عليه. يا حي يا قيوم يا ذا الجلال والإكرام. اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. وآخر دعوانا أن الحمد لله رب العالمين. السلام عليكم.